നമസ്കാരം. അവർ ടി വി 24/7 അക്ഷരപുലരിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പെൺകരുത്തിൻ്റെ ജീവിത കഥയാണ്. അത് മറ്റാരുമല്ല, ഇപ്പോൾ പ്രവാസിയായിട്ടുള്ള ബിജീസ് പി ബേബിയാണ്. നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഈ പുസ്തകം ഡോക്ടർ ശ്രീവിദ്യ രാജീവ് എഴുതിയ നിങ്ങളുടെ കഥ, ഈ പുസ്തകം ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, തീർച്ചയായിട്ടും അതൊരു പെൺകരുത്തിൻ്റെ ഒരു കഥ തന്നെയാണ്. അത് മറ്റുള്ളവരെ കൂടെ അറിയിക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നതും ഇവിടെ ഇപ്പം ഇങ്ങനെ ഈ ഒരു ഇതിൽ എത്തിയത്. നമസ്കാരം. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു പുസ്തകത്തിൽ ഇത് ശരിക്കും നിങ്ങളുടെ ജീവിതം കഥ തന്നെയാണോ? തീർച്ചയായിട്ടും എൻ്റെ ജീവിത കഥ തന്നെയാണ്. ഞാനിതിൻ്റെ ഓരോ ഏടുകളിലൂടെ പോകുമ്പോഴും ആദ്യം കാഷ്വലി നമ്മൾ വായിച്ചു പോകുന്നല്ലോ പോയി, പിന്നെ നമുക്ക് ഭയങ്കര ജിജ്ഞാസ, പിന്നെ ഒരു വേദന, വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അപ്പം ഈ ഓരോ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴും ഇതിൽ തന്നെ പറയുന്നുണ്ട്, അനാഥയായിട്ടാണ് ബാല്യമെന്ന്. തീർച്ചയായിട്ടും അനാഥാലയം പോലെയായിരുന്നു. അതെ, അനാഥാലയത്തിൽ താമസിച്ച് അങ്ങനെയായിരുന്നു ലൈഫ്. അനാഥാലയത്തിൽ പോകേണ്ട വന്നിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പോയിട്ടുണ്ട്, 10ാം ക്ലാസ്സിലും പോയിട്ടുണ്ട്. അപ്പം ശരിക്കും അനാഥാലയം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അപ്പനും അമ്മയും ഇല്ല എന്നൊരു രീതിയാണല്ലോ നമ്മൾ ചെറുപ്രായത്തിൽ ഉണ്ടാകുന്നത്. പക്ഷെ അന്നേരം 2 ആങ്ങളമാർ വീട്ടിലുണ്ട്. മമ്മിക്ക് എന്നപ്പം എൻ്റെ സേഫ്റ്റി നോക്കിയാണെങ്കിലും മമ്മി കൊണ്ട് നിർത്തിയെങ്കിലും, പക്ഷെ എൻ്റെ മനസ്സിൽ അത് വലിയൊരു മുറിവായി. ആ മുറിവ് വലുതായി. പിന്നെ ഈ കുറെ കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് മനസ്സിലാകും. എന്നാലും ആ വേദന വിട്ടുമാറാത്തൊരു വേദനയാണ് അനാഥാലയം എന്ന് ഓർക്കുമ്പോൾ തന്നെ. അവിടെ വെച്ച് ഞാൻ ഭയങ്കര കരച്ചിലും. പിന്നെ അനാഥാലയത്തിൽ ചെല്ലുമ്പോൾ, ആദ്യത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര ജോലിയാണ്. ഈ 5 വയസ്സിൽ താങ്ങാൻ പറ്റാത്ത ജോലികളാണ് അവിടെ ചെയ്യിപ്പിക്കുക. പിന്നെ അവിടെ സപ്പോർട്ടിന് വേണ്ടി ഒരു സിസ്റ്റർ വന്നു, ഇടയ്ക്കായിട്ട് വന്നു. ആ സിസ്റ്റർ ആൻസിറ്റ എന്നാണ് പേര്. അപ്പോൾ സിസ്റ്റർ ആ മധുരമായിട്ട് വഴക്കുണ്ടാക്കി. കാരണം പശുവുണ്ട്, ചാണകം വാരണം, പശുവിനെ കുളിപ്പിക്കണം, അതെല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോകാനായിട്ട്, പുറം ജോലികൾ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ ഇതിനായിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സിസ്റ്റർ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സിസ്റ്റർ തന്നെ എനിക്കൊരു പാവാടയും ബ്ലൗസും തുണിയായിട്ട് കൊണ്ടുവന്ന് സിസ്റ്റർ തന്നെ എനിക്ക് തയ്ച്ചു തന്നു. പുള്ളി ഒത്തിരി എനിക്ക് സപ്പോർട്ടായിരുന്നു. സിസ്റ്റർ ആൻസിറ്റ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് അന്ന്. ഞാനത് വായിച്ചപ്പോൾ അത് എല്ലാവരും ഉണ്ട്, പക്ഷെ ആ ഒരു ലൈഫിൽ അത് അനുഭവിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു വേദനയാണ്, മനോവേദന എന്ന് തന്നെ പറയാം. പിന്നെ 10ാം ക്ലാസ്സിലും പോകേണ്ട വന്നു. അത് 5ാം വയസ്സിൽ പോയിട്ട് 5ാം ക്ലാസ്സിൽ വെച്ചിട്ട് പോയി. പിന്നെ അത് 3/4 ഭാഗം നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും കരച്ചിലാണ്. വീടിൻ്റെ അടുത്താണ് ഈ മഠം. അപ്പം മമ്മിയൊക്കെ വരുമ്പോൾ ഞാൻ കരച്ചില്ല, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ കരയും. ലാസ്റ്റ് സഖി കെട്ടിട്ട് പിന്നെ മദറും പറഞ്ഞു ബിജീനെ കൊണ്ടുപോക്കോളാൻ പറയും. ലാസ്റ്റ് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ മമ്മിയുടെ ചിറ്റപ്പൻ്റെ വീട്ടിൽ നിൽക്കേണ്ട വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ നമ്മുടെ അവിടെ ഒരു അനാഥാലയമുണ്ട്, അപ്പോൾ അവിടെ നിന്നു. പിന്നെ 10ാം ക്ലാസ്സിൽ നിന്നപ്പോൾ പിന്നെ അത്ര വേദനയൊന്നും ഉണ്ടായില്ല. കാരണം അതിനോട് തീർന്ന് യോജിച്ചു. അവിടെ കുറെ പിള്ളേരുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പിള്ളേരുണ്ട് അനാഥാലയത്തിലെ. അപ്പം അവരുമായിട്ടും വലിയൊരു മഠമാണ്. ഈ കളഞ്ഞു പോയ മോതിരം എന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിൽ നിന്നപ്പോഴായിരുന്നു. അപ്പം മമ്മിയുടെ ചിറ്റപ്പനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സപ്പോർട്ടിന് വേണ്ടി അതിനെ നിർത്തിയത്. അപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ കുഞ്ഞൊരു മോതിരം ഉണ്ട്, മാമോദിസ സമയത്താന്ന് തോന്നുന്നു. അപ്പോൾ ആ മോതിരം കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനാണ് അവളെ കൊച്ചിനെ ഞാനല്ലോ നോക്കുന്നത്. അപ്പം ബിജി എടുത്തു എന്നൊരു പേര് വന്നു. സത്യത്തിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പം മമ്മിയൊക്കെ ഉണ്ടന്നേരം. മമ്മി കേട്ടില്ല, കേൾക്കാതെ പാതി ആയാലും എനിക്ക് അവിടം തൊട്ടേ അടി തുടങ്ങി. ഞാൻ അപ്പോൾ മമ്മിയോട് പറയുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മമ്മി കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കും, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ വെച്ച് അടിക്കുകയാണ്. പക്ഷെ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടവും ദേഷ്യമല്ലോ, ഇവരൊക്കെ എന്താ ഇങ്ങനെ എന്നെ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു. എന്നിട്ട് പക്ഷെ നോക്കുമ്പോൾ കട്ടിലിൻ്റെ അടിയിൽ തന്നെയുണ്ട്. എന്നെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ശേഷം കട്ടിലിൻ്റെ അടിയിൽ മോതിരം കിടപ്പുണ്ട്. പക്ഷെ ആ ഒരു മുറിവ് മോതിരം കിട്ടിയെന്ന് പറഞ്ഞാലും അവർ എത്ര സ്നേഹം കാണിച്ചാന്ന് പറഞ്ഞാലും ശിക്ഷ അന്നാണ് ഫസ്റ്റിലത്തെ ശിക്ഷ എനിക്ക് കിട്ടുന്നത്. ചെയ്യാത്ത കുറ്റത്തിനുള്ള ശിക്ഷ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ആ ഒരു നിമിഷമാണ്. ശരിക്കും ഈ വിദ്യാഭ്യാസം ഓരോ ഘട്ടങ്ങളായി കടന്നു. അപ്പം ഏത് പ്രായത്തിലായിരുന്നു വിവാഹത്തിലേക്ക് പോയത്? ഞാൻ ലാബ് ടെക്നീഷ്യൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ടായിരുന്നു. വിവാഹം കഴിഞ്ഞു, വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു. അല്ല, തീർച്ചയായും സന്തോഷകരമായ ജീവിതമൊന്നുമില്ല. പുറമെ കാണുമ്പോൾ സന്തോഷമാണ്, പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ഈ വലിയ വീടുകളിലെ പ്രശ്നങ്ങളൊന്നും അറിയില്ലല്ലോ.
പുറത്തറിയില്ലല്ലോ. അതുപോലെ ഒരു സിറ്റുവേഷനാണ് അവിടുത്തെ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ. അവിടെ അച്ഛനില്ല, അമ്മയുണ്ട്, പിന്നെ ഒരു പെങ്ങളുണ്ട്, 2 അനിയന്മാരുണ്ട്. പുള്ളിയാണ്, എൻ്റെ ഹസ്ബൻഡാണ് മൂത്തത്. പെങ്ങളെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ ഒരു അനിയൻ ബോംബെയിൽ ഹോട്ടൽ മാനേജർ പഠിക്കുകയാണ് ഞാൻ ചെല്ലുമ്പം. അവിടെ ഒരു സ്പെഷ്യൽ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ സ്പെഷ്യൽ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് അത് താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്കും അങ്ങനെ ഒരു കൊച്ചുണ്ടാകാൻ മേലൊന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ മദർലോ ഭയങ്കരയാന്ന് അറിഞ്ഞു. പിന്നെ അവർക്ക് വലിയ താല്പര്യം, ഈ കൊച്ചുണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല. പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ എൻ്റെ ലാബ് പഠിച്ചിരുന്ന ഒരു സാറുണ്ട്. സാറിന് അന്വേഷിച്ചു, സാറ് പറഞ്ഞു ചെറുക്കൻ കുഴപ്പമില്ല, നല്ല ചെറുക്കനാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസം കുറവായാലും കുഴപ്പം, പക്ഷെ നല്ലൊരു ചെറുക്കനായി. നല്ലതെന്ന് പറഞ്ഞാൽ ഒത്തിരി കുടിക്കുകയോ വലിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാത്തൊരു ഭർത്താവിനെ വേണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പം എൻ്റെ സാറ് പറഞ്ഞു, വിജി അങ്ങനെ ആരോടും വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകില്ല, അങ്ങനെ വലിയ കുടിയായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നാൽ കുഴപ്പമില്ല, നല്ല ചെറുക്കനാണല്ലോ. പിന്നെ ഈ വയ്യാതെ കൊച്ചിനെ നമ്മൾ നോക്കണം, പിന്നെ അമ്മായിമ്മ നോക്കേണ്ട കാര്യം, കാരണം ഭർത്താവ് നമുക്ക് സപ്പോർട്ടാണെങ്കിലും മദർലോ നോക്കേണ്ട കാര്യമില്ല നമുക്ക്. അപ്പം അങ്ങനെ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ച് കയറി ആ നിമിഷം മുതൽ മദർലോ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. കാരണം ഗ്ലാസ് അവിടെയാണോ വെക്കുന്നത്, പിന്നെ ചായ എടുത്താൽ നമുക്ക് പഞ്ചസാര ഇട്ട് ഇളക്കാതെ നമുക്ക് മധുരം കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇളക്കുമ്പോൾ പറയും പാത്രത്തിൽ പോറൽ വീഴുമെന്ന് പറയും. പിന്നെ അങ്ങനെ ഓരോ ചെയ്തത് കുറ്റങ്ങളായിരുന്നു. പിന്നെ ഹസ്ബൻഡിനോട് ഞാൻ ഇപ്പം മമ്മിയോട് പറഞ്ഞു, എൻ്റെ അമ്മായിമ്മയ്ക്ക് ഭർത്താവില്ലല്ലോ, മരിച്ചു പോയില്ല, അപ്പോൾ നീ ഒത്തിരി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അമ്മയായിട്ട് കൂടുതൽ ഭയങ്കര അറ്റാച്ച് വരും. പക്ഷെ നമ്മളോട് അപ്പോൾ ഒന്നിനൊന്നിന് വൈരാഗ്യം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം പുള്ളി വരുമ്പോഴൊന്നും ഞാൻ അത്ര ഇതില്ല. ഞാൻ പറയും നമുക്കുള്ളത് ബെഡ്റൂമിലാണ്, അല്ലാതെ ഇങ്ങനെ ഇവിടെ ഒന്നും ഇരുന്നല്ല, അവർക്കൊരു ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് വെച്ച് ഒരിടത്തും ഞാൻ അങ്ങനെ പോകാറില്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എന്നെ ഫസ്റ്റ് സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞില്ല, നീ പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു. നീ എവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകും, കാരണം മദർലോയ്ക്ക് അറിയില്ലല്ലോ നമ്മൾ എവിടെയാ, ഭർത്താവ് പറയാതിരിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല എവിടെ പോവാ, ഒരുങ്ങാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിന്നെ കൊല്ലാനൊന്നും അല്ല, നീ പെട്ടെന്ന് റെഡിയാക്കാൻ പറഞ്ഞു. പോകുമ്പോഴത്തേനും അവിടെ കോട്ടയത്ത് ചെന്നപ്പോഴാണ് ടൈറ്റാനിക് എന്ന സിനിമ കാണാനാണ് തിരിച്ചു വന്നത്. ഒരു വലിയൊരു ഭൂകമ്പമായിരുന്നു അവിടെ, മദർലോ ഭയങ്കര ഒരു ഭൂകമ്പമായിരുന്നു. എന്നിട്ട് ഞാൻ ഭർത്താവിന് പുറത്തു പോകാൻ, ഞാൻ പോകല്ലേ അമ്മായി ഭയങ്കര വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചു നിർത്തി. അങ്ങനെയായിരുന്നു. പിന്നെ മദർലോ തൊടുന്നതിനും പിടിക്കുന്ന എല്ലാം വഴക്കാണ്. അത് കഴിഞ്ഞപ്പോൾ മൂത്ത കൊച്ചുണ്ടായി. ആദ്യത്തെ ഒരു അബോഷനായിരുന്നു, രണ്ടാമത്തെ ഇതാണ് മൂത്ത കൊച്ച്. അവളുണ്ടായി കഴിഞ്ഞ് ഒരു വയസ്സൊക്കെ എപ്പോഴും വഴക്കാണ്, ഫുൾ വഴക്കാണ്. എപ്പോഴും എൻ്റെ വീട്ടിൽ വരും, ഞാൻ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അങ്ങനെ കോംപ്രമൈസാണ് എപ്പോഴും വന്ന്. പുള്ളിയുടെ കൂട്ടുകാരൻ വരും, അല്ലെ പുള്ളിയുടെ ചിറ്റപ്പനാണ്, അങ്ങനെ എല്ലാവരും വന്ന് എപ്പോൾ നോക്കിയാലും കോംപ്രമൈസാണ്. ഞാനും മടുത്തു, ഇനി ഈ വീട്ടിൽ നിന്നിട്ട് എൻ്റെ വീട്ടുകാരോടും പറയേണ്ട കാര്യമില്ല, ഇവരും മനസ്സിലാക്കുന്നില്ല. പിന്നെ അങ്ങ് കുറേ സഹിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ടാണ് വന്നാണ് എനിക്ക് അറിയുന്നത്. ഇപ്പോൾ ഞാൻ സാരി ഓർക്കുന്നു, ഒരു ചുമല ചുങ്കിടിയാണ്, ഒരു മാമ്പഴം മഞ്ഞയും ചുമലയും കൂടെയുള്ള ചുങ്കിടി സാരിയാണ്. അപ്പം അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പള്ളിയിൽ പോയിട്ട് ഒറ്റയ്ക്ക് പോകുമ്പോഴും മദർലോ പറയാം അവർ വേറെ വല്ലയിടത്തും പോകാമെന്ന് പറഞ്ഞാണ് എന്നെ എപ്പോഴും വിടുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5:30 കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ 5:15, 5:20 പള്ളി തൊട്ടടുത്താണ്. പിന്നെ 2 വീലറൊക്കെ ഓടിക്കാൻ അറിയാം. അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് പള്ളിയിൽ പോകാം. എനിക്ക് ഫുൾ കുർബാന കാണും, ഇങ്ങനെ പകുതി കുർബാന ഒന്നും ഞാൻ കാണും. എൻ്റെ മദർലോയും ഹസ്ബൻഡും പിള്ളേരും എല്ലാം പോകുന്നത് ഈ പകുതി ആകുമ്പോഴേ പോകത്തുള്ളൂ. പിന്നെ സൺഡേ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് പിള്ളേർ പോകും, അല്ലെങ്കിൽ ഇവർ പകുതി കുർബാനയാണ്. പക്ഷെ ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ പള്ളിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. പള്ളിയിലെ പരിപാടിക്കൊക്കെ പോകുന്നതിനൊക്കെ മുഴുവൻ വഴക്കാണ്. പക്ഷേ ഹസ്ബൻഡ് അന്നേരം പൊക്കോട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു ദിവസം പോയിട്ട് വന്നപ്പോഴത്തേക്കിന് അമ്മച്ചി എന്തോ പറയുന്നത് ഞാൻ കേട്ടു. അത് കേട്ട ഉടനെ റൂമിലേക്ക് വന്ന് എൻ്റെ മുഖത്തോട് കുത്തി പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്തോ ഇത് അമ്മ പറഞ്ഞ കേട്ട് ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് വരാതെ എന്നെ കൂടെ നിർത്തി ചോദിക്കും ഞാൻ എന്ത് ചെയ്തതെന്ന്. അതിന് കേൾക്കുന്നതിന് ഇപ്പം നമ്മുടെ മുന്താണി എടുത്ത് എൻ്റെ കൈ പുറകോട്ട് ഇങ്ങനെ കെട്ടിയിട്ടു. അപ്പോൾ ഉടനെ ഈ ഞായറാഴ്ചകളിൽ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സാണ് വീടുകളിൽ, അവർക്ക് നമ്മൾ കപ്പ ഉണ്ടാക്കി കൊടുക്കണം, ഇറച്ചി ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ കമ്പനിയാണ് അവിടെ. അപ്പം അവിടെ ആരും ഇല്ലല്ലോ നിയന്ത്രിക്കാൻ. എന്നുവെച്ചാൽ ഫാദർലോ മരിച്ചുപോയി. പിന്നെ പുള്ളിക്കാരിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവരെ ഭയങ്കര ഇതാണ്, പോയി കഴിയുമ്പോൾ അവരെ ഭയങ്കര കുറ്റവും അങ്ങനെയാണ് അവർ. അപ്പം അവിടെ ഫ്രണ്ട്സ് വന്നു. അപ്പോൾ ഈ കെട്ടിയിട്ട് അവന്ന് ബഹളം നടക്കുന്നു. ആ സമയത്ത് എനിക്കിപ്പോഴും ഞാൻ പേര് ഓർക്കുന്നുണ്ട്, രാമങ്കരി കുഞ്ഞുവാൻ, റേഷകട ജോയിച്ചൻ, ARC സിബി, ഇവരൊക്കെയായിരുന്നു. അപ്പം കെട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ഈ ബ്ലൗസും ഈ വയറും, അപ്പം ഞാൻ പറഞ്ഞു അനി എന്നാണ് പുള്ളിയുടെ, ഞാൻ പറഞ്ഞു അനിൽ നിന്നാണ് ഞാൻ അനിയെന്ന് വിളിക്കുന്നത്. എൻ്റെ ശരീരം അനിക്ക് കാണാനുള്ളത്, മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ലെന്ന് ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവന്മാരെല്ലാവരും നിൽക്കുന്നുണ്ട്. പക്ഷേ ARC സിബി പറയുന്നുണ്ട്, എടാ മോശം, നീ അഴിച്ചു വിട്. അപ്പം ഞാൻ അവിടെ ഒരു തോർത്തുണ്ട്, അനി ആ തോർത്തെങ്കിലും എടുത്തതാ.
പുള്ളി തന്നില്ല. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മോളെ കെട്ടിയിട്ടുണ്ട്, പപ്പായോട് പറയാം മോളെ കെട്ടിയിട്ട് വന്ന് കൊണ്ടുപോകണമായിരുന്നു. ഈ എന്തെങ്കിലും അമ്മ പറയുന്ന കേട്ട ഉടനെ എന്നെ അടുത്തോട്ട് വന്ന് ഈ ബഹളമാണ്. അങ്ങനെയാണ് ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത്. അല്ല അത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ വഴക്കൽ എപ്പോഴും വഴക്കും ബഹളമാണ്. അന്ന് ഞാൻ പോയത് മരിക്കാനായിട്ട്. സത്യത്തിൽ കെട്ടി അന്ന് തൊട്ട് തുടങ്ങിയതാണ്. മടുത്ത് ഞാൻ ജീവിതം. പിന്നെ ഞാൻ അന്ന് അവിടെ ഒരു റോഡ് സൈഡിൽ ചിറ്റപ്പൻ്റെ അങ്ങോട്ട് പോകുന്നിടത്തുണ്ട്. ഞാൻ എന്നിട്ട് രാത്രി ഓടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. പിന്നെ എൻ്റെ മനസ്സിൽ അന്നേരം ഈ രാത്രിയിൽ എന്നെ ഇതുപോലെ തൊണ്ടയ്ക്ക് കൊണ്ട് ഭിത്തിയിൽ ചേർത്ത് വെച്ചിട്ട് അപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ അയ്യോ ഇനി മതി ഇയാടെ കൂടെ ജീവിച്ച് ചത്ത് കളയാമെന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ കാര്യമൊന്നും നമ്മൾ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞവിടെ ഒരു പറഞ്ഞു ഞാൻ ഓർത്തു വേണ്ട കൊച്ചുണ്ടാവില്ലേ എങ്ങനെ നോക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ചിറ്റപ്പൻ്റെ വീടുണ്ട് അവിടെ. ആ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടുകാരെ വിളിച്ചു. പിന്നെയും കോംപ്രമൈസായി. അങ്ങനെ ഞാൻ കോംപ്രമൈസ് മടുക്കുന്ന കോംപ്രമൈസാണ്, ഒരു തീരുമാനം ഇല്ലാത്ത ഒരു കോംപ്രമൈസ്. അങ്ങനെ ഇരുന്ന സ്ഥിതിക്ക് ഇവരെന്നെ പറഞ്ഞു വരുന്നതെന്നറിയാമോ, ഇവക്ക് വട്ടാണ്. കാരണം ഇതെല്ലാം കാണിക്കുന്നത് ഇവിടെ കുഴപ്പമാണ്, അമ്മയ്ക്കും കുഴപ്പമില്ല മോനും കുഴപ്പമില്ല, എനിക്കാണ് പ്രശ്നങ്ങൾ മൊത്തം. അപ്പോൾ ഈ ലോകം മുഴുവൻ പറഞ്ഞു അവൾക്ക് വട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുവാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല. പിന്നെയാണ് ആൾക്കാർ പറഞ്ഞ് നമ്മൾ അറിയുന്നത്. അന്നപ്പോഴത്തേക്കിനും ഉടനെ എന്ത് ചെയ്തു, ഞങ്ങളുടെ ARC അപ്പാപ്പനുണ്ട്, ഒരു രവിയങ്കളും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ തീരുമാനിച്ചിട്ട് എന്നെ വിളിച്ചു, അപ്പാപ്പൻ്റെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇടി ഇന്നപോലെ ഒരു ആശുപത്രിയാണ്, നമുക്ക് ഇന്ന ആശുപത്രി ഒന്നും പറഞ്ഞില്ല, നമുക്കൊന്ന് പോകാം. അപ്പം എൻ്റെ ഹസ്ബൻഡും ഈ രവിയങ്കളും ARC അപ്പാപ്പന് രവിയങ്കളില്ലേ രവിയങ്കൾ പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലമാണ്. ARC അപ്പാപ്പനെ കൂട്ടി ഞങ്ങൾ ആശുപത്രിയിലേക്ക് ചെന്നപ്പോഴത്തേക്കിനും ഇങ്ങനെ കുറേ ആളുണ്ടല്ലോ. അപ്പോൾ 2 സിസ്റ്റർമാരെ ഉണ്ട്. അവിടെ ചെന്നപ്പോഴത്തേനും ഒരു ജെസ്സി സിസ്റ്ററും ഉണ്ട്, ടെസ്ലിൻ സിസ്റ്ററും ഉണ്ട്. അപ്പം അവർ അടുത്തടുത്താണ്. പക്ഷേ ഭാഗ്യം എന്ന് പറയാം, ആ സിസ്റ്റർ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു, സിസ്റ്റർ ടെസ്ലിന്. കാരണം സിസ്റ്ററിൻ്റെ അടുത്ത് പോയത് കൊണ്ട് എന്നെ കറണ്ടടിപ്പിച്ചില്ല. മറ്റേ സിസ്റ്റർ ആയിരുന്നെങ്കിൽ അതാ പറഞ്ഞ ദൈവം എൻ്റെ അടുത്ത് എല്ലാം ഇപ്പോഴും ഇടപെടുന്നുണ്ട്. കാരണം ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. മഠത്തിൽ നിന്നത് കൊണ്ടാണ് എനിക്ക് കൂടുതലും ദൈവത്തോടുള്ള കൂടുതലും തിരുഹൃദയത്തോടായിരുന്നു ഞാൻ പ്രാർത്ഥന മൊത്തം. അപ്പോൾ ആ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. ആ സിസ്റ്ററിൻ്റെ അടുത്ത് ജെസ്സി സിസ്റ്ററിൻ്റെ അടുത്ത് പോയിരുന്നെങ്കിൽ കറണ്ട് അടിച്ച് ഞാൻ ഈ പരുവത്തിലാകത്തില്ലായിരുന്നു. ടെസ്ലിൻ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നു. സിസ്റ്റർ കണ്ടപ്പോഴേ പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരെയും ആദ്യം ഞാൻ കയറും, പിന്നെ ഹസ്ബൻഡ് കയറും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഉടനെ പറഞ്ഞു ബിജിനെ ഇവിടെ നിർത്തണ്ട, അവിടെ പ്രാന്താശുപത്രിയാണല്ലോ, സിസ്റ്ററിൻ്റെ മഠത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, അവിടെ ഒത്തിരി സിസ്റ്റർമാരുണ്ട്, അപ്പം ബിജിനെ ഇവിടെ താമസിപ്പിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ താമസിച്ചു. ആദ്യം ഞങ്ങൾ രണ്ടും കൂടെ താമസിച്ചു. പിന്നെ കൊച്ചുണ്ടല്ലോ, മൂത്ത കൊച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരങ്ങളെ കൗൺസിലിംഗ് ആയി. പക്ഷെ സത്യത്തിൽ അവിടെ മുഴുവൻ പറഞ്ഞു തരുന്ന നമുക്ക് വട്ടായത് കൊണ്ട് അവിടെ കിടത്തിയേക്ക് വന്ന ട്രീറ്റ്മെന്റ് ആണ്. സത്യത്തിൽ ട്രീറ്റ്മെന്റ് അല്ല, സിസ്റ്ററിന്റെ മഠത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ അങ്ങനെ മദർലോയെ വിളിപ്പിച്ചു, അങ്ങനെ ചർച്ചകളൊക്കെ നടന്നു. അങ്ങനെ ഞങ്ങളെ മാറി താമസിപ്പിച്ചു. വാടകയ്ക്ക് ഞാൻ പറഞ്ഞ സിസ്റ്റർ എനിക്ക് ഇനി പറ്റത്തില്ല ഈ മദർലോയുടെ താമസിക്കാനായിട്ട്, എപ്പോഴും വഴക്കും ബഹളമാണ്, അപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഇതാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീടിന് കുറേ ദൂരെ വാടകയ്ക്ക് താമസിച്ചു, സാധനങ്ങളെല്ലാം കൊണ്ട്. പക്ഷെ വാടകയ്ക്ക് താമസിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒറ്റയ്ക്ക്, എൻ്റെ ഇല്ല കുഞ്ഞിനെ കൊണ്ടുപോകും പുള്ളി രാവിലെ അങ്ങ് കുളിപ്പിച്ചിട്ട്. 1.5 വയസ്സ് 2 വയസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോകും. അപ്പം തൊട്ടപ്പുറത്താണ് ഓണറിൻ്റെ വീടും. പുള്ളി പറയും എന്തിനാ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്, അമ്മയ്ക്കൊരു കൂട്ടാകത്തില്ല. പുള്ളി എന്നിട്ട് കൊച്ചിനെയും കൂടെ അങ്ങ് കൊണ്ടുപോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടെ മദർലോയെ കൊണ്ട് ഏൽപ്പിക്കും. എന്നിൽ നിന്ന് അകറ്റുവാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല. നമ്മളവിടെ ഒരു സ്റ്റാഫാണ്, വേലക്കാരി. കാരണം എല്ലാവർക്കും വെച്ച് വിളമ്പുക, പിന്നെ ഹസ്ബൻഡിൻ്റെ രാത്രിയിലത്തെ ആവശ്യത്തിനുള്ള ആള് എന്ന രീതിയിൽ എനിക്ക് അവിടെ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുറമെ ആർക്കും അറിയില്ല കേട്ടോ, ഞാൻ പുറമെ ഇങ്ങനെ കരഞ്ഞു കൂവിയൊന്നും നടക്കാറില്ല. അപ്പം കാണുമ്പം ചിരിക്കുക, എപ്പോഴും ബിജു ഭയങ്കര ഹാപ്പിയാണ്, ഒരു കുഴപ്പവും ഇല്ലെന്ന് വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് രാത്രിയാകല്ലേ എന്നൊരു ചിന്തയായിരുന്നു. ഈ വാടക വീട്ടിൽ എത്ര നാൾ കഴിഞ്ഞു? അവിടെ ഒരു വർഷത്തോളം അടുത്ത് താമസിച്ചു. അപ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആയി. അന്നപ്പം പിന്നെ അങ്ങോട്ട് തിരിച്ച് അതിനേക്കാൾ ഉപരി മദർലോയ്ക്ക് അനിയൻ കല്യാണം കഴിച്ചു, ലണ്ടനിലേക്ക് പോയാണ്. അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചായിരുന്നു. അപ്പോൾ അവർ ലണ്ടനിലാണ്. അപ്പോൾ അവർ അവിടെ കൊച്ചുണ്ടായപ്പോൾ മദർലോയ്ക്ക് അങ്ങോട്ട് പോകേണ്ട വന്നു. അപ്പോൾ ഞങ്ങൾ കുടുംബത്താരും ഇല്ലല്ലോ, അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന് പിന്നെയും കുടുംബത്ത് വന്നു. പക്ഷെ ആ ഒരു 6 മാസം സുഖകരമായ ജീവിതമായിരുന്നു. കാരണം മദർലോ ഇല്ലാഞ്ഞുകൊണ്ട്. കാരണം പുള്ളിക്രമത്തിന് വന്നു, വഴക്കുണ്ടാക്കാനില്ല, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. അല്ലെങ്കിൽ മദർലോ വന്ന ഉടനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഭയങ്കര ബഹളമാണ്, ഞാൻ അടിച്ചു അത് ഇതൊക്കെ പറഞ്ഞ് ചുമ്മാ അവിടുന്ന് ബഹളമാണ്. എങ്ങനെ ബഹളം ഉണ്ടാക്കാമെന്ന് പുള്ളി നോക്കുക. പക്ഷെ അത് കേട്ട് പുള്ളി തുള്ളിയാണ്. ഞാൻ ഇതൊന്നും മനസ്സിലാക്കേണ്ടത്, നീ ഇത് ചെയ്തോ എന്ന് ചോദിച്ച് പുള്ളി അത് നോക്കുന്നില്ല. മദർലോ എന്ത് പറഞ്ഞു അതാണ് പുള്ളിക്ക് ഏറ്റവും വലുത്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, എനിക്ക് അന്ന് പൈസയുടെ ആവശ്യത്തിനാണ്, എന്നുവെച്ചാൽ അന്ന് 2 ലക്ഷം കൊടുത്തു, പക്ഷെ 30 പവൻ എടുത്തു കേട്ടോ.
അവർക്ക് പുള്ളിക്ക് 30 പവൻ എടുത്തെന്ന് പറഞ്ഞാലും പുള്ളിക്ക് സ്വർണം വിൽക്കാമല്ലോ, അല്ലെ പണയം വെക്കാമല്ലോ. പുള്ളും എടുത്ത്. അപ്പോൾ എന്നെ ഒരിക്കൽ പറഞ്ഞു അത് കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, അന്നേരം സാമ്പത്തിക ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കല്യാണം കഴിച്ചതെന്ന് പുള്ളി എപ്പോഴും പറയും. കാരണം ആദ്യത്തെ കൊച്ചുണ്ടായപ്പോഴും ഇളയ കൊച്ചുണ്ടായപ്പോഴും എനിക്ക് ഭയങ്കര ബെഡ് റെസ്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ മൂന്നാമത്തെ അടുപ്പിച്ചായിരുന്നു, 1 വയസ്സിന് വ്യത്യാസമുള്ളൂ. അപ്പം ഫുൾ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. അന്നപ്പോഴൊക്കെ ആശുപത്രിയിൽ എനിക്ക് പോകണമായിരുന്നു. അപ്പം പുള്ളിക്ക് എന്നെ കൊണ്ടുപോകത്തില്ല, ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കാരി ആശുപത്രി കിടന്നു. അപ്പോഴത്തേനും അനിയത്തിയൊക്കെ നാട്ടിൽ വരുമ്പോൾ ചോദിക്കും ഇതെന്താ അനിച്ചേട്ടാ ബീച്ചേച്ചി ഒറ്റയ്ക്കല്ലേ അവിടെ, അത് കുഴപ്പമില്ല അവളവിടെ ഇരുന്നോളും. അപ്പം അതുപോലെ തന്നെ എനിക്ക് തീരെ പനിയൊക്കെ വന്നാലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് ഈ നമ്മുടെ കടയിൽ പിന്നെ പോകേണ്ട അവസ്ഥ വന്നു. സിസ്റ്റർ ടെസ്റ്റിൽ കടയാണ് പുള്ളിക്ക്. അന്ന് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ പലചരക്ക് കട മാത്രമേ ഉള്ളൂ. നമ്മുടെ അന്ന് LP ഉണ്ട്, അവിടെ UP ഉണ്ട്, ബാങ്കുണ്ട്, എല്ലാം മെയിൻ റോഡിലാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ബിജിയെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുത്തേണ്ട, ബിജിയുടെ കടയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അപ്പം കടയിലൊരു സ്റ്റാഫും ഉണ്ട്, നല്ല കച്ചവടമുള്ള കടയാണ് ആ ചേട്ടനോട്. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം പുള്ളീനെ അങ്ങ് വിട്ടായിരുന്നു, വെറുതെ നിൽക്കണ്ടല്ലോ. പിന്നെ അനിയൻ വലുതായി, അവന് കണക്ക് കൂട്ടാൻ അറിയാമായിരുന്നു, ബാക്കിയെല്ലാം ചെയ്തു, തൂത്തുവാരാനും കുമ്പിളൂത്ത് എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ഞങ്ങൾ 3 പേരും കടയിലായി. അപ്പം കടയിൽ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അപ്പം ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടല്ലോ, അപ്പോൾ ഞാൻ വേണം ചന്തയിൽ പോകുന്നു, പുള്ളിക്ക് ഒന്നും കഴിയില്ല. പുള്ളി അവിടെ ഇരിക്കും, പുള്ളിക്ക് കഴിക്കണം കിടക്കണം, അല്ലാതെ ഒരു ഉത്തരവാദിത്വം പുള്ളി കേൾക്കാം. ഞാനിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ല പറഞ്ഞു കടയിൽ ഒരു സ്റ്റാഫിനെ നിർത്തിയാൽ പുള്ളിക്ക് അവിടെ ഇരിക്കുക, പുള്ളി അങ്ങ് കറങ്ങാൻ പോവുക, ഇതാ പുള്ളിയുടെ ജോലി. കട ഇട്ടിട്ട് പുള്ളിനെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകും, ഇതാണ്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ പുള്ളിക്ക് ഒന്നും കൂടെ സ്വാതന്ത്ര്യമായി, പുള്ളി എൻ്റെ തലയിലായി മൊത്തം കാര്യങ്ങൾ. എല്ലാവരുടെ വിചാരം ഞാൻ തന്നെ ഏറ്റെടുത്തതാണ്. പക്ഷെ നമ്മൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുകൊണ്ട് നമ്മൾ കട കാര്യമായിട്ട് നോക്കുന്നു. പിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് പുള്ളിക്ക് എന്നാ വെച്ചാൽ എന്നെക്കൊണ്ട് പ്രയോജനമുണ്ട്. ഞാൻ ചന്തയിൽ പോയി സാധനം എടുക്കണം, ചങ്ങനാശ്ശേരി ചന്തയിൽ പോയി സാധനം എടുത്തുകൊണ്ട് വരണം, പച്ചക്കറി എടുത്തുകൊണ്ട് വരണം, വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് 2 ചാക്ക് സവോളയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. എത്ര പ്രാവശ്യം ഞാൻ ഓട്ടമാണെന്നറിയാം. അതിൻ്റെ ഇടയ്ക്ക് കടയിൽ വന്ന് ആ സാധനം എല്ലാം വിൽക്കണം, അടുക്കി വെക്കണം, എല്ലാം മിക്ക ജോലിയും. അതിൻ്റെ ഇടയ്ക്ക് അടുക്കി വെക്കാനൊക്കെ നിൽക്കും, പക്ഷേ പുള്ളിക്ക് കണക്ക് നോക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ ഈ LP UP നമുക്ക് കച്ചവടം കിട്ടുന്നത് അപ്പം മാസം അവസാനം വലിയൊരു കണക്കാണ്, അതെല്ലാം ക്ലിയർ ചെയ്യണം, എല്ലാം എൻ്റെ തലയിലായിരുന്നു. പിന്നെ അതുപോലെ കടങ്ങൾ കണ്ട അവരോടെല്ലാം പൈസ ഞാൻ മേടിക്കണം, പുള്ളിക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ചോദിച്ചാൽ എന്താ കുഴപ്പം, ഞാനാണോ ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ ഉടനെ ചാട്ടവാ, അല്ലെ പിന്നെ അടിക്കാൻ ബഹളം വെക്കും. ഇതാണ് പുള്ളിയുടെ ജോലി. പിന്നെ നമ്മൾ ആ കടയിൽ കിടന്ന് ബഹളം വെക്കുന്നത്. പിന്നെ അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ട് വർത്താനം പറയുകയും ഇരിക്കുകയും ചെയ്യും. പക്ഷേ ആരെങ്കിലും മോശമായിട്ട് പെരുമാറുക നല്ലത് പറയുകയും ചെയ്യും. കടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെരിപ്പൂരി അടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, കേസായിട്ടുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ഹസ്ബൻഡ് മുഖേനയാണ്. ഈ പല ആണുങ്ങളോട് സംസാരിക്കേണ്ടി വന്നതും ഈ എൻ്റെ ഹസ്ബൻഡ് മുഖേനയാണ്. പക്ഷെ മോശമായിട്ട് പെരുമാറുകയെല്ലാം ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട്. അതേ പറഞ്ഞു, ഈ ലോകത്ത് അവരുടെ ഒപ്പം നമ്മൾ നിൽക്കുവാണെങ്കിൽ നമ്മൾ നല്ലവരാണ്, പക്ഷെ അതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ അവർ മോശക്കാരുമാണ്. അതാണ് ഈ ലോകം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഈ കടങ്ങൾ ഫുൾ വരുത്തി വെച്ചത് വീട്ടുകാർക്ക് ആർക്കും അറിയില്ല, എനിക്കറിയാം, എൻ്റെ പിള്ളേർക്കും അറിയാം. ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന പോലെയാണ്, ഇന്നടുത്ത് പൈസ കൊടുക്കാനുണ്ട്, ചന്തയിൽ പൈസ കൊടുക്കാനുണ്ട് ഒക്കെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് നാത്തും വിളിക്കുമ്പോൾ നാത്തൂണും പറഞ്ഞിട്ടുണ്ട്. സേലത്തെ ചിറ്റപ്പൻ അതൊരു നല്ലൊരു ചിറ്റപ്പനാണ്. കാരണം പുള്ളി ദൈവവിശ്വാസം നേരെ പോകുക, ഒരു കള്ളത്തരങ്ങളും ഇല്ല, പുള്ളിക്ക് അറിയാം സത്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് പുള്ളി മാത്രം ഒരു ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ വേറൊരു ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ 2 നിൽക്കുന്ന ഒരു ചിറ്റപ്പനാണ്, അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, അങ്ങനത്തെ ഒരു ചിറ്റപ്പനായിരുന്നു അത്. അങ്ങനെ ലാസ്റ്റ് പിന്നെ കടയിൽ നിന്നും പോകേണ്ട വന്നു. ഞാനാണ് കട വരുത്തി വെച്ചത്, അവൾ കണ്ട പൈസ എല്ലാം അവർക്ക് കൊടുക്കുക. സത്യത്തിൽ ഈ പലിശയാണ് കടയിൽ പോകുന്നത്, ചിട്ടി വാങ്ങിക്കും, അതിൻ്റെ എന്തായാലും പലിശയാണ്. അങ്ങനെ പൈസ റോൾ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് വീട് പണി വന്നു, അതും കടം മേടിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. എൻ്റെ വീട്ടുകാരിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ അനിയന് ലണ്ടനിലാണ്, അവൻ കുറേ പൈസ തന്നു, 7 ലക്ഷം 8 ലക്ഷം അങ്ങനെ തന്നു. പിന്നെ അവിടെ കല്ലും മണ്ണും റബ്ബർ തോട്ടം, അപ്പോൾ അതെല്ലാം വിറ്റ് അതിൽ നിന്ന് കുറേ പൈസ തന്നു. നല്ലൊരു വീടുണ്ടാക്കി. പക്ഷെ അതിനകത്ത് ഭൂരിഭാഗവും കടയിലല്ല, അല്ലാതെ പലിശയ്ക്ക് പൈസ എടുത്താ. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ പുറത്തു വന്നപ്പം ബിജിയാണ് അത് മൊത്തം ആർക്കാണ്ട് കൊടുത്തു പൈസ, അങ്ങനെയൊക്കെയാണ് ഇപ്പം പറഞ്ഞേക്കുന്നത്. സ്വർണം ആർക്കാണ്ട് കൊടുത്തു, പൈസ ആർക്കാണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാണ് പ്രശ്നങ്ങൾ മൊത്തം. സത്യത്തിൽ ഇത് എൻ്റെ പിള്ളേർക്കറിയാം, നാത്തൂനറിയാം, ഈ ചിറ്റപ്പന്മാർക്ക് 2 പേർക്കും അറിയാം ഈ പൈസ എങ്ങനെയാണ് കംപ്ലീറ്റ് കാര്യം അവർക്കറിയാം. പക്ഷെ എൻ്റെ ഭർത്താവ് പറഞ്ഞായിരുന്നു നീ ആരോടും പറയില്ലെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, കാരണം ആരെങ്കിലും അറിഞ്ഞില്ല, എൻ്റെ പിള്ളേരെങ്കിലും അറിയണമല്ലോ, അല്ലെ ലാസ്റ്റ് അവർ എനിക്കേട്ട് ഇതാവുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പിള്ളേരോടും പറഞ്ഞു, നാത്തിനോടും പറഞ്ഞു, ചിറ്റപ്പനോടും പറഞ്ഞു ഇത്രയും കടങ്ങളുണ്ടെന്ന്. ഈ സംഭവങ്ങളൊക്കെ നടന്നു 3 മക്കളായി.
ഈ മക്കളായി ജീവിതം എന്നും പഴക്കം പ്രശ്നമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെ ഈ വൈകിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എപ്പോഴും പുള്ളി കുടിച്ചിട്ട് വന്ന് ബഹളമാണ്. ഈ കടയിൽ ഞാൻ രാത്രി മിക്കപ്പോൾ ഒരു 9:30 വരെ ഞാൻ നിൽക്കാറുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു രാത്രിയിൽ ഒരു 10 മണിയായി. പുള്ളിക്ക് ഷുഗറും ഇതെല്ലാം ഉണ്ട്, ഇടയ്ക്ക് അറ്റാക്കൊക്കെ വന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഇൻസുലിൻ മേടിക്കാനായിട്ട് രാത്രി 9:30 10 മണി ആയപ്പോഴും എന്നെ വിട്ടു. അപ്പോൾ അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പുള്ളിക്ക് അവിടെ നിന്ന് കമ്പനി കൂടാനാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് എന്തിനാ ബിജിയെ വിടുന്നത്, ഞങ്ങൾ പോയി വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ വരെയും പാതിരാത്രിക്ക് ഞാൻ പോയി ഇൻസുലിൻ വാങ്ങിച്ചുകൊണ്ട് വന്നു വേണം ഇത് ചെയ്യാനായിട്ട്. പുള്ളി ശരിക്കും എന്നെ ഇട്ട് എത്ര വലിപ്പിക്കാവോ അത്രയും വലിപ്പിക്കും. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ആടുണ്ട്. ഈ ഇത്രയും പേര് 3, 2, 5 ഞങ്ങൾ 7 പേരുണ്ട്. മദറിലുണ്ട്, അനിയനുണ്ട്, ഞങ്ങൾ 5 പേര്, 7 പേര്. രാവിലത്തെ വെക്കണം, ഉച്ചക്കത്തെ വെക്കണം, എല്ലാം വെച്ചിട്ട് രാവിലെ 8:30 ആവാൻ കടയിൽ ചെന്നില്ലെങ്കിൽ ഫുൾ വഴക്കാം. കാരണം ഞാനൊന്നും കഴിക്കുന്നില്ല. ഇത്രയും വെച്ച് വിളമ്പി തല തോർത്താൻ സമയമില്ല, തലേന്ന് ഇറ്റിറ്റ് വെള്ളം വീഴുമായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ തലമുടി ചെയ്യുന്നത്, ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ദിവസം. കാരണം രാവിലെ കുളിച്ച് പെട്ടെന്ന് വിട്ട് പിന്നെ ഉടനെ ചന്തയിൽ പോകണം, സാധനം എടുക്കാൻ, അങ്ങനെ പോവുക. അതിൻ്റെ ഇടയ്ക്ക് ആട്, എരുമ, ഇതുങ്ങളെയും കൂടെ നോക്കിയിട്ട് വേണം എനിക്ക് കടയിൽ പോകാനായിട്ട്. അതാ പറഞ്ഞു, പുള്ളി എങ്ങനെ ഇട്ട് എന്നെ വലിപ്പിക്കാവോ അത്രയും വലിപ്പിക്കും. വൈകിട്ട് വന്നിട്ട് മുട്ടൻ ബഹളവുമായിരിക്കും. അപ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ ഇളയ കൊച്ചു ചോദിക്കും, അച്ഛൻ എന്തിനാ അമ്മയോട് വെറുതെ വഴക്കുണ്ടാക്കുന്നത്, അമ്മ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. പിന്നെ പിള്ളേരുടെ നേരെ തുടങ്ങും, പിന്നെ പിള്ളേരുമായിട്ട് വഴക്കായിരിക്കും. പിന്നെ ലാസ്റ്റ് ഞാൻ പറയും, നിങ്ങളൊന്നും മിണ്ടണ്ട, എന്തേലും പറയട്ടെന്ന് പറയും. എങ്ങനെയായിരുന്നു ഇപ്പൊ ഈ ജീവിതത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു? ആ സാഹചര്യം വന്നപ്പോഴാണ് ആ വീട് വിട്ട് ഇറങ്ങാൻ, അത് ഫോഴ്സ്ഫുള്ളി അത് എനിക്ക് അവിടുന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഇതില്. കാരണം പിള്ളേരൊക്കെ ഇത്രയും പ്രായമായി, എന്നുവെച്ചാൽ പറക്ക പറ്റിയ പിള്ളേരായി. ഇനിയിപ്പോൾ എനിക്ക് നോക്കണ്ട, സ്വയം പര്യാപ്തമൊക്കെ പിടിച്ചു നിൽക്കാനായി. ഞാൻ മടുത്തു എന്തായാലും. പക്ഷേ അതിനിപ്പുറം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പോരുന്ന 2 തലേദിവസം മുമ്പേ എൻ്റെ മുഖമെല്ലാം കടിച്ചു പറിക്കുകയും എൻ്റെ വീട്ടുകാർ വരികയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അന്ന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി ഉറപ്പായിട്ടും പോയേനെ. പക്ഷെ ഞാൻ പിന്നെ ഓർത്തു വേണ്ട, അന്ന് കേസ് കൊടുക്കാൻ കോട്ടയത്ത് ഞങ്ങൾ പോയതാണ്. എൻ്റെ വീട്ടുകാരും ഞാൻ പറഞ്ഞു വേണ്ട, പിന്നെ നാണക്കേടല്ലേ, 3 പെൺപിള്ളേരല്ലേ, പിന്നെ പുള്ളിയെ ഇതാകും, വേണ്ടെന്ന് പറഞ്ഞ് പോന്നതാണ്. അത് ജീവിതത്തിലുണ്ട്. പിന്നെ പുള്ളിക്കില്ലാത്ത സ്വഭാവം ഇല്ലതാനും, മദ്യപാനമുണ്ട്. പുറമേ കാണുമ്പോൾ പുള്ളി നല്ല മാന്യനാണ്. ഈ സംഭവങ്ങളൊക്കെ ഇതായപ്പോൾ മനസ്സിൽ വിഷമമായി. അപ്പോൾ വീട് വിട്ട് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ഒരു ഫോണ്, പിന്നെ എന്നെ കടയിൽ നിന്ന് പിന്നെ ഈ അടുത്തുള്ള ചിറ്റപ്പം പറഞ്ഞു വിട്ടു, ബിജി പൈസ കണ്ടമാനം കളയുവാണ്, കണ്ട ആണുങ്ങളുമായിട്ട് ഇതാണ് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. പിന്നെ കടയിൽ നിർത്തിയില്ല. പക്ഷെ എനിക്ക് എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. ഈ കടയിൽ പുറത്തൊക്കെ കച്ചവടം അന്നേരം കുറഞ്ഞു. കാരണം പലിശ കൊടുത്ത് ഇതാവുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരെടുത്ത് തയ്ക്കാനായിട്ട് പോയി, തയ്യൽ പഠിച്ചു, അവിടെ നിന്ന് തയ്ച്ചു ഞാൻ. പിന്നെ ബ്യൂട്ടീഷ്യൻ ഞാൻ പഠിച്ചു, അങ്ങനെ ബ്യൂട്ടീഷ്യൻ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ പൈസ ഞാൻ ഉണ്ടാക്കി. പിന്നെ തുണി വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് LP UP ടീച്ചേഴ്സിനെ അറിയാമല്ലോ, അപ്പോൾ അവരുടെ തന്നെ എനിക്ക് നല്ലോണം കിട്ടും. അങ്ങനെ ഞാൻ തയ്ക്കുകയും ചെയ്യുമായിരുന്നു, റെഡിമെയ്ഡ് തുണി വിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു മഞ്ജു ടീച്ചറുണ്ട്, ടീച്ചറാണ് കൂടുതൽ തുണി എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ജ്യോതി ടീച്ചർ, ഷാർലി ചേച്ചി, എല്ലാ ടീച്ചേഴ്സും എടുക്കുമായിരുന്നു. ഭയങ്കര കാര്യമായിരുന്നു അവർക്ക്. അപ്പോൾ ഈ മഞ്ജു ടീച്ചറിൻ്റെ കയ്യിൽ ഞാൻ എന്താ വെച്ചാൽ ഈ തുണി തയ്ക്കുന്നതും തുണി വിൽക്കുന്നതും പൈസ ഞാൻ വാങ്ങില്ല. കാരണം അടുത്ത തുണി വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഈ പൈസയും കൂടെ പുള്ളി മേടിച്ച് ഇതിനകത്തിടും, കടയിലേക്ക് മടക്കും. പിന്നെ എൻ്റെ ഈ പൈസ കാണില്ല എനിക്ക് അടുത്ത തുണി വിൽക്കാനായിട്ട്. അപ്പം പുള്ളിക്കാരി ഏൽപ്പിക്കും. അങ്ങനെയാണ് ലാസ്റ്റ് നിമിഷം പോലും ഞാൻ എൻ്റെ കാതിൽ കമ്മലില്ലായിരുന്നു, മാലയിൽ ഒന്നുമില്ലായിരുന്നു, സ്വർണ്ണം ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഒരു കുഞ്ഞമ്മയുടെ കമ്മലാണ് ഞാൻ കാതിലിട്ടത്. ഒരു ഇച്ചയുടെ മാലയാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് എൻ്റെ പിള്ളേരും പറഞ്ഞേക്കുന്നതും എൻ്റെ ഹസ്ബൻഡ് ആൾക്കാരെല്ലാം പറഞ്ഞേക്കുന്നത് അവൾ സ്വർണം കൊണ്ട് കടന്നു, പൈസ കൊണ്ട് കടന്നു. എൻ്റെ ഒരു തരി സ്വർണ്ണമില്ല. ഈ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോഴാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞു, ബിജി ഹൈദരാബാദ് പോകുമ്പോഴത്തേന് എങ്ങനെ ഒന്നും ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ടീച്ചറിന് ഭയം പറഞ്ഞില്ല, പൈസ പോയിട്ട് ആ പൈസ വെച്ചാണ് ടീച്ചർ കുഞ്ഞ് കമ്മൽ എനിക്ക് വാങ്ങിച്ചു തന്നത്. ടീച്ചർ വന്നിട്ട് 2 ചുരിദാർ, ഞാൻ തുണിയൊന്നും അന്നൊന്നും എടുത്തിട്ടില്ല സ്കൂൾ അവിടെ നിന്ന്. അതിനിപ്പുറം ഞാൻ ഒരു ഫോണാണ് പ്രശ്നം ഉണ്ടാക്കിയത്, ടച്ച് ഫോണാണ്. ടച്ച് ഫോണിൽ എനിക്ക് വലിയതായിട്ട് ഒന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഫോൺ ഞാൻ മുതലേ അങ്ങനെ ലോക്കോ ഒന്നുമില്ല, ഞാൻ അവിടെ ഇട്ടിട്ട് പോകും. അത് മോള് വരുമ്പോൾ മോൾ ഉപയോഗിക്കും. പിന്നെ ഹസ്ബൻഡ് കടയിൽ കൊണ്ടുപോകും, എല്ലാം കൊണ്ടുപോകുകയൊക്കെ ചെയ്യും. ആ ഒരു ഫോണാണ് ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത്. അത് കാരണം ഇപ്പം അത് ഞാനത് പറയുന്നില്ല. ഇനി ഞാൻ പറയാം, 2ാം ഭാഗം ഇതിൻ്റെ ബാക്കിയായിട്ട് ഈ ബുക്കിൻ്റെ ബാക്കി വരും. അപ്പോൾ ഞാൻ എൻ്റെ LLB പൂർത്തിയാവും. തീർച്ചയായിട്ടും ഞാനിപ്പോൾ 2ാം വർഷമായി LLB. നമ്മൾ ഇതിൽ വായിച്ചു വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട്.
ശരിക്കും അത് റിയലായിട്ട് ജീവൻ തീർക്കാൻ തീരുമാനിച്ചു തന്നെ. തീരുമാനിച്ചതാണ്. മടുത്തു. ഇനിയിപ്പോൾ ഏതായാലും പിള്ളേരൊക്കെ ഇത്രയും വലുതായി, ഇനി കുഴപ്പമില്ല, ഞാൻ ഇല്ലെങ്കിലും പിള്ളേർ ജീവിച്ചോളും എന്ന രീതിയിലായപ്പം ഞാൻ അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ ഞാൻ എരുമേനെ ആടിനെയൊക്കെ കെട്ടാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കുളം നമ്മുടെ അടുക്കളയുടെ അവിടെ നിന്ന് കുറച്ച് ദൂരെ റബ്ബർ തോട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ആ കുളത്തിൽ അങ്ങ് ചാടിയേക്കാം. അവിടെ ഒരു ചേട്ടനെ ഒരു പശു വലിച്ചുകൊണ്ട് പോയി ചത്തതാണ്, രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചാടിയ ഒരു രാത്രി എനിക്ക് തോന്നുന്നു 8:30-9 മണിയായി. ഞാൻ പോയി, ഞാൻ ചാടിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ മനസ്സിലായി, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു നിമിഷം നമ്മളൊന്നും വിചാരിക്കില്ല. ആ കുളത്തിൽ ചാടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ 1 മിനിറ്റ് മതി നമ്മുടെ ജീവിതത്തിലെ ആ ഒരു സംഭവം നടക്കാനായിട്ട്. പിന്നെ എന്ത് വെച്ചാൽ അതൊരു വലിയൊരു അത്ഭുതമാണ്. ആ കുളത്തിൽ എന്ത് വെച്ചിട്ട് ഞാൻ താഴുന്നില്ല. കുളത്തിൽ ചാടി ഞാൻ. പക്ഷെ അവിടെ വെള്ളമുണ്ട്, പക്ഷെ അവിടെ ഈ പശുക്കളുടെയൊക്കെ വേസ്റ്റ് കൊണ്ട് ഇടുന്ന അങ്ങനത്തെ പിന്നെ ഓല അങ്ങനെ കുറേ അഴുക്കുകളാണ്. പക്ഷെ ഞാൻ താഴുന്നില്ല. എന്നിട്ട് എൻ്റെ പപ്പ മരിച്ചു. അത് കഴിഞ്ഞ് പപ്പായോട് ഞാൻ പറയുന്നുണ്ട്, പപ്പ എന്നെയോട് കൊണ്ടുപോകും, ഞാൻ ജീവിതം മടുത്തു. പിന്നെ ആ ജോർജ് കുട്ടിന്ന് പുള്ളിയോടും പറഞ്ഞു, ഞാൻ മടുത്തു, എന്നെയോട് നിങ്ങൾ കൊണ്ടുപോകും എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ താഴുന്നില്ല, ഇവിടം വരെ നിൽക്കുന്നു. എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും വെള്ളം കയറിയെങ്കിലും പക്ഷെ വെള്ളം കയറുന്നുമില്ല. ഭയങ്കര ഒരു അത്ഭുതമാണ് അവിടെ നടന്നത്. അപ്പം ഞാൻ ഓർത്തിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും, ചാകാൻ കണ്ടിപ്പം ഞാൻ എന്ത് ചെയ്യും, ഇനിയിപ്പം മുകളിലേക്ക് കയറാനും പറ്റില്ല, വഴിയൊന്നുമില്ല, ഞാൻ ഇനി എങ്ങനെ കയറും, ഇനിയിപ്പം ബോധമായില്ലേ. ഇപ്പം ആ ഒരു നിമിഷത്തെ ബോധമെല്ലാം വഴിപ്പം നല്ല ബോധമായി, ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് ഒന്നും നടന്നിപ്പം അവരൊന്നും പറഞ്ഞിട്ട് ഒന്നും ഞാൻ ചാകുന്നുമില്ല. എന്നിട്ട് ഞാനിങ്ങനെ പാറയാണ്. അപ്പം ഞാൻ വെള്ളത്തിൽ കൂടെ നടക്കുന്നത് ശരിക്കും നമ്മൾ ഈ കരയിൽ കൂടെ നടന്നു പോകുന്ന പോലെയാണ്, ഇങ്ങനെ ചവിട്ടി പോവുക, വെള്ളമാണ് ശരിക്കും, താഴുന്നേ ഇല്ല. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ നോക്കും, എന്തോ ദൈവത്തിൻ്റെ അത്ഭുതം ഞാൻ വന്നില്ലേ, കാരണം ഇത്രയും സഹിച്ച. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇടവേൽ ചാക്കോച്ചനുണ്ട്. അച്ഛൻ പറഞ്ഞു, മോളെ സഹിക്കാൻ പറ്റുന്നവർക്ക് വേദന തരും, നീ ഒരു പുണ്യാളത്തിയാകുമോ. ഞാൻ പറഞ്ഞു, എന്താ വെച്ചാൽ എനിക്ക് പുണ്യാളത്തി ആയില്ലേലും കുഴപ്പമില്ല, എനിക്ക് മടുത്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ നിമിഷം ഞാൻ ഓർക്കുമായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വന്നതിൽ ഒരു വള്ളിയാണ്, വെള്ള നൂലായിട്ട് എനിക്ക് തോന്നുന്നു, ടോയ് നൂല് പോലെയാണ്, ഒരു വള്ളിയുടെ കിടപ്പുണ്ട്. അപ്പം എന്നെ രക്ഷിക്കാനായിട്ട് വന്നതാണ്. കാരണം ഞാൻ നടന്ന് പാറയുടെ അങ്ങോട്ട് വന്നു, വഴിയൊന്നുമില്ല. ഞാൻ ആ നൂലെ പിടിച്ച്, ഞാൻ ആ നൂലെ കൊള്ളത്തില്ലല്ലോ, ഇങ്ങനെ പിടിച്ച് കയറുക. അന്ന് നമുക്ക് അന്നേരം അങ്ങനെ ചിന്തിക്കാനുള്ള ഇതൊന്നുമില്ല, ഞാൻ എന്തായാലും രക്ഷപ്പെടും. ആ വള്ളി പിടിച്ചൊന്ന് കയറാമെന്ന് വെച്ച് കയറി. ഒരു പകുതിയായപ്പോൾ വള്ളി കൂട്ടി താഴേക്ക്, പക്ഷേ പാറയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ അടിച്ച് വീണെങ്കിൽ എനിക്ക് ഒരു പോറൽ ഏറ്റിട്ടില്ല. പിന്നെ ഞാനിനി എന്ത് ചെയ്യും, വള്ളിയും പോയി, ഇനി ഞാൻ എങ്ങനെ കയറും. അങ്ങനെ ഇപ്പം പിന്നെ ഒരു വള്ളിയും കൂടെ വന്നു. എനിക്ക് അത് പക്ഷെ ആരും വിശ്വസിച്ച്, എന്നെ ഭയങ്കര ഒരു അത്ഭുതമാണത്. വള്ളി വന്ന് ഞാൻ അടുത്ത് പിടിച്ച് കയറി. മുകളിലെ മുള്ളൊക്കെയാണ്, ഒരു പോറലും ഏറ്റിട്ടില്ല. അപ്പം അവിടുന്ന് ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ കണ്ടില്ലല്ലോ, അപ്പം വഴക്കുണ്ടായി കഴിയുമ്പോൾ കാണുന്നില്ല. അപ്പം ഹസ്ബൻഡും പിള്ളേരും ഒക്കെ അന്വേഷിക്കുന്നു എവിടെ പോയെന്ന്. അങ്ങനെ ഇപ്പം ഞാൻ മരിക്കുന്നതിനിപ്പുറം തന്നെ, ഞാൻ പോയതിനിപ്പുറം തന്നെ ഞാൻ അലമാരിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മരണത്തിന് കാരണം എൻ്റെ മദർലോയും ഹസ്ബൻഡുമാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ നാളായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എന്തായാലും ചത്തില്ല, ഞാനിങ്ങനെ പോന്നിപ്പം ഭയങ്കര നാറ്റമാണ്, കാരണം അഴുക്ക് വെള്ളമല്ലേ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പിന്നെ കണ്ടു എന്നെ, ഞാൻ കയറി വന്നപ്പോൾ ഞങ്ങളുടെ അടുക്കള വശത്തായിരുന്നു. അപ്പോൾ അവിടെ പൈപ്പുണ്ട്. അപ്പോൾ എന്ത് നാറ്റം അമ്മേനെ, എന്ത് അളിഞ്ഞ നാറ്റം എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴത്തേനും ഞാൻ നോക്കുമ്പോൾ മൂത്ത മോളൊക്കെ വന്നിട്ടുണ്ട്. അവൾ വന്നിട്ട് എൻ്റെ ആങ്ങളേനെയും പിന്നെ അപ്പാപ്പൻ്റെ മോനെയും വിളിച്ചു വരുത്തി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ ഇവിടെ വന്നോ, ഞാനാ പോയ സമയത്തായിരിക്കും. വന്നപ്പോഴത്തേന് പിന്നെ ഡ്രസ്സൊക്കെ മാറി കുളിച്ചു, ഞങ്ങളുടെ ബാത്റൂമിൽ കുളിച്ചു. ആ ഡ്രസ്സ് ഇപ്പം അന്നേരം തന്നെ അവിടെ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, മടുത്ത് ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ ആങ്ങളോടും പറഞ്ഞു, എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ നിങ്ങളോട് വരുക എന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് അവിടെ മാറി നിൽക്കുക, പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കുക. കാരണം പുള്ളിയുടെ നല്ല പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല, പോകാനോ ഒന്നും പറഞ്ഞിട്ട്. ഇപ്പം പുള്ളി അതാ പറയുന്നത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അതിന് പിള്ളേരല്ലേ പറയുന്നത്. പിള്ളേർ പറയുമ്പോൾ പുള്ളിക്ക് പറയാമല്ലോ, പുള്ളിക്ക് പറയാനുള്ള അധികാരമില്ലേ. പക്ഷെ പുള്ളി ഒന്നും പറയുന്നില്ല, കാരണം പുള്ളിയുടെ നല്ല പിള്ള ആവുകയാണ്. ഞാൻ എന്തായാലും തീരുമാനിച്ചു, ഇനി എന്തായാലും ഞാൻ നിൽക്കില്ല എന്ന്. അങ്ങനെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, ആങ്ങളും പറഞ്ഞു ഞാൻ വരുവാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ വീട്ടിലേക്ക് ചെന്നു. പക്ഷെ പിറ്റേ ദിവസം ദേഹം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞു, അഴുക്ക് വെള്ളമല്ലേ. പിന്നെ മമ്മി പിന്നെ ആര്യപ്പിലയും മഞ്ഞളും ഒക്കെ തന്ന് കുറേ കഴിച്ചു പുരട്ടിയൊക്കെ തന്നു. 2 ദിവസമല്ല, പിറ്റേ ദിവസം ചെന്നാൽ എനിക്ക് കുറേ തുണി ഉണ്ടായിരുന്നു, അവിടെ സ്കൂളിൽ നിന്ന് മേടിച്ച തുണിയാണ് ടീച്ചർമാരുടെ തയ്ക്കാനുള്ളതും. അപ്പോൾ അവിടെ മെഷീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇനി എന്തായാലും തീരുമാനിച്ചു, എന്തായാലും ഞാൻ അവിടെ നിൽക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ SLC ബുക്കും പിന്നെ ഈ തുണിയും കൂടെ ഞാൻ എടുത്തു. തുണി എടുത്ത് ഞാൻ ആ മഞ്ജു ടീച്ചറിനെ കൊണ്ട് കൊടുത്തു. പിന്നെ ബുക്ക് കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ എൻ്റെ ആ ചേട്ടൻ്റെ മോളുണ്ടായിരുന്നു, മോളല്ല ഭാര്യയായിരുന്നു, റെജി എന്ന് പറഞ്ഞു. ഞങ്ങളും ഒരുമിച്ചാണ് വന്നത്. ഓട്ടോയിൽ വന്നു, ഓട്ടോയിൽ തന്നെ പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ആങ്ങൾ പറഞ്ഞു, അപ്പോൾ കേസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കേസിന് ഒന്നും ഞാൻ പോകുന്നില്ല,
പക്ഷെ അവർ പറഞ്ഞു നീ ഇവിടെ തന്നെ നിന്നോ. രണ്ടാങ്ങളമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒരിടത്ത് നിൽക്കില്ല, എനിക്ക് എവിടെയെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ, കാരണം നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്ക് ഞാൻ തയ്യാറല്ല. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നിന്നോടല്ലേ പറഞ്ഞത് ഒരിടത്തും പോകണ്ട, ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം പോലീസുകാരൊക്കെ എൻ്റെ ആങ്ങളയുടെ കൂട്ടുകാരായിരുന്നു. അപ്പോൾ ഇവരങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ അന്നേരം അറിയുന്നുണ്ട്. അപ്പം പോലീസുകാരോട് ഞാൻ ചോദിച്ചു, ഇന്ന പോലെ എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു കുഴപ്പമില്ല, എവിടെയെങ്കിലും ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു അവിടെ തയ്യൽ ചെയ്യാൻ പറ്റും, നാണക്കേടാക്കും എൻ്റെ വീട്ടുകാർക്ക്, കടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടുന്ന് പോയാൽ രക്ഷപ്പെടത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഞാൻ ഇങ്ങനെ പോലെ പള്ളിയിൽ എവിടെയെങ്കിലും പോകാം പ്രാർത്ഥന. അപ്പം അവിടെ അന്വേഷിച്ചപ്പോൾ അവരാരും എടുക്കില്ല, കാരണം കല്യാണം കഴിച്ചതാണ്, പിള്ളേരുണ്ട്, അവർക്ക് പിന്നെ കേസും, അതുകൊണ്ട് അത് എടുക്കത്തില്ല. പിന്നെ മഞ്ജു ടീച്ചറോട് ചോദിച്ചു വല്ല അമൃതാന്തം വേണം, അവിടെയും പറ്റില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് വേറെ എന്താ മാർഗ്ഗം ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ തയ്ക്കാൻ പോകുന്നത് നേരെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയോട് ചോദിച്ചാണ്, ഞാൻ വത്സമ ചേച്ചി എന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ചേച്ചി ഇന്നപോലെ എവിടെ ആയാലും ഒരു വീട്ടുജോലിക്കായാലും കുഴപ്പമില്ല, കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കണമല്ലോ. തൂത്തുവാരിയാലും കുഴപ്പമില്ല, വീട്ടിലെ ജോലി ചെയ്താലും കുഴപ്പമില്ല, പൈസ കിട്ടൂല നമുക്ക് ജീവിക്കാനുള്ള. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എവിടെയെങ്കിലും ഒരു ജോലി നോക്കാമോ, പിള്ളേരെ നോക്കാനോ അല്ലെ വീട്ടു ജോലിക്ക് എങ്ങാനും. അപ്പം പറഞ്ഞു എടി ഇന്ന പോലെ. അപ്പോൾ ആ ചേച്ചിയുടെ നാത്തൂനെ എനിക്കറിയാം, ഇന്നപോലെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് മോടെ കൊച്ചിനെ ഹൈദരാബാദിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഹൈദരാബാദിൽ പോകുന്നത്. പക്ഷെ അന്നൊന്നും നമുക്ക് ഒറ്റയ്ക്ക് ഒരിടത്തും പോകാൻ അറിയില്ല. ഇപ്പം എനിക്ക് എവിടെ പോകാനും അറിയാം, എന്ത് സംസാരിക്കാനും അറിയാം. അങ്ങനെ ചേച്ചിയുടെ മോനെ കൂട്ടിയാണ് ഞാൻ ഹൈദരാബാദിലേക്ക് പോകുന്നത്. അന്ന് പിന്നെ അവിടെ പബ്ലിസിറ്റി ആയി, ഞാൻ ആരാണ്ടറ പുറകെ പോയി, ആരാണ്ടറ കൂടെ കല്യാണം കഴിച്ചു, അങ്ങനെ ജീവിച്ചു, ഇങ്ങനെ ജീവിക്കുന്നു. എന്നാ വെച്ചാൽ ഈ കൊച്ചൻ്റെ കൂടെ പോയില്ലേ, അങ്ങനെയാണ് ഫ്ലാഷ് മൊത്തേ. നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടി യാത്രയിൽ എനിക്കറിയില്ലല്ലോ ഹൈദരാബാദിൽ എവിടെയാ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് ആ കൊച്ചൻ വന്ന് തന്നെ കൊണ്ടാക്കിയിട്ട് കൊച്ചനിങ്ങി പോയി. പിന്നെ അവിടെ പിന്നെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അവരുടെ അച്ഛനും അമ്മയും ഫാദറിൻ്റെ ഈ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഞാൻ നാട്ടിൽ വരേണ്ട അവസ്ഥ വന്നു. അപ്പം അങ്ങനെയാണ് ഏജൻസി മുഖേന പിന്നെ ഞാൻ വിളിച്ചു. അവർ എൻ്റെ ആങ്ങളെ ആൻറ്റിയോടാണ് കൊണ്ടാക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഞാൻ ആപ്പാഞ്ചിറയിലാണ് ഒരമ്മേനെ നോക്കാനായിട്ട് പോയത്, ഹോം നേഴ്സായിട്ട് പോയി. പിന്നെ ഞാൻ എറണാകുളം പോയി. അങ്ങനെ നമുക്ക് ഈ 3 മാസമല്ലേ ഏജൻസി മുഖേന പോകുന്നത്. അങ്ങനെ ആപ്പാഞ്ചിറ, ആമ്പല്ലൂർ, എറണാകുളം, അങ്ങനെ ലാസ്റ്റ് ആമ്പല്ലൂർ നിന്നപ്പോഴാണ് അവിടെ ഒരു അമ്മേനെ നോക്കി. കുറേ സ്ഥലങ്ങളിൽ നിന്ന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബോംബെയിൽ ഒരു വലിയൊരു അനുഭവം ഉണ്ടായി. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഏജൻസി മുഖേന വിട്ടത്. തൃപ്പൂണിത്തറ എല്ലാം കുറച്ച് വീടുകളിലൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ഈ ഏജൻസിക്കൊക്കെ പിന്നെ ഭയങ്കര കാര്യമായി. കാരണം എല്ലായിടത്തും നല്ല അഭിപ്രായമാണ് നോക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു അമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഏജൻസി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ അമ്മേനെ ഒന്ന് നോക്കണം. അപ്പോൾ അവിടുത്തെ അവർ പിന്നെ ആ പെങ്കൊച്ചുമായിട്ടൊക്കെ ഞാൻ ഭയങ്കര കൂട്ടായത്, എപ്പോഴും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഞാൻ കുറച്ച് നാൾ നിന്നു. അവർ സ്വന്തം പെങ്ങളെ പോലെയൊക്കെയാണ് ഭയങ്കര കൂട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോംബെയിലൊരു കൊച്ചിനെ അന്ന് നമ്മൾ കൊറോണ സമയം. അപ്പം അവർ പൈലറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റേ പോകാമല്ലോ. അപ്പം അന്ന് എനിക്ക് ഫ്ലൈറ്റ് കയറാൻ ഭയങ്കര ആഗ്രഹമാണ്, കാരണം നമ്മൾ താഴെ നിന്ന് കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പം ഭയങ്കര ഇഷ്ടം കൂടെ ആയപ്പോൾ എന്നാൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം വയ്യാത്ത കൊച്ചാന്ന്, എനിക്ക് വയ്യാത്ത കൊച്ചുങ്ങളൊന്നും അങ്ങനൊന്നും നിന്നില്ല, നോക്കാമെന്നുള്ള രീതിയിൽ പോയി. അവിടെ ചെന്നപ്പം പക്ഷേ എനിക്ക് ആ കൊച്ചിനെ പൊക്കാൻ പറ്റില്ല, തീരെ കിടപ്പിലായ കൊച്ചാണ്. അപ്പം പൊക്കിയെടുത്ത് വേണം അതിനെ കുളിപ്പിച്ച്, ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോകണം. അപ്പം ഒട്ടും പറ്റില്ല, ഭയങ്കര ബലമാണ് ആ കൊച്ചിന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ നാൾ നിന്ന് പോയപ്പോഴത്തേന് 1 മാസം നിന്ന് പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പാടാണ്, ഒരാളെ കൂടെ നിർത്തുവാണ് നല്ലതാണ്. അപ്പോൾ അങ്ങനെ പുള്ളി രാഹുൽ എന്നാണ് പുള്ളിയുടെ പേര്. ആ രാഹുൽ പറയുന്ന ചേച്ചി ഒരാളെ നിർത്തുന്നത്. ആ പെങ്കൊച്ച് വന്നു കഴിഞ്ഞതോടെ പിന്നെ എന്നോട് ഭയങ്കര വഴക്കായി, ഈ ഇന്ദിര ഭയങ്കര വഴക്കായി. ഞാൻ കൊച്ചിനെ നോക്കുന്നില്ല, പിന്നെ എനിക്ക് എനിക്ക് ഫുഡ് തരില്ല, ഭയങ്കര വഴക്കും ബഹളം എപ്പോഴും. അങ്ങനെ അപ്പോൾ ഞാൻ ഏജൻസി വിളിച്ച് പറഞ്ഞു ഇന്ന പോലെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. പുള്ളി പറഞ്ഞു ഇല്ല നിൽക്കുന്നേ പറ്റത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പുള്ളി നിന്നു. ലാസ്റ്റ് എന്നെ അനാവശ്യ തെറി വിളിക്കുകയും പട്ടിണി എടുത്തുകയും. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കാനഡയിലെ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മോട്ടിവേഷൻ ക്ലാസ് കൂടാൻ വേണ്ടി ഹൈദരാബാദിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അഫർമേഷനും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തും നേടാം. അങ്ങനെ പലതും നേടി. പാസ്പോർട്ടൊക്കെ അങ്ങനെ തന്നെയാണ് എനിക്ക് കിട്ടിയതും ആധാറും എല്ലാം റെഡിയാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മോട്ടിവേഷൻ ആക്കാമെന്ന് വെച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയതാണ് കാനഡയിലെ കൂട്ടുകാരി. ഇപ്പോഴും ഞങ്ങൾ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അവളോട് ഞാൻ പറയും ബിന്ദു ഇന്ന പോലെയാ, എനിക്ക് ഭയങ്കര വഴക്കും ബഹളമാണ്. അപ്പോൾ ഒരു വലിയൊരു പട്ടിയാണ്. അപ്പോൾ അതിനെ വിട്ട് കടുപ്പിച്ച പോലും നമ്മൾ അറിയത്തില്ല, കാരണം അവർ പറഞ്ഞ പോലെ എല്ലാം കേൾക്കും ആ പട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ബിന്ദു ഇങ്ങനെയാണ്, അപ്പം പട്ടിണി കിടന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ബിന്ദു പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്ക് ടിക്കറ്റ് നോക്കാം. അപ്പം ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു എനിക്ക് പോകണം. ഏജൻസിയോട് പറഞ്ഞിട്ട് ഏജൻസി എന്ത് വെച്ചാൽ സമ്മതിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ പിടിച്ചു. ഇപ്പം ഫ്ലൈറ്റ് കിട്ടില്ലല്ലോ, ട്രെയിനില്ല, കൊറോണ ആയതുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നിൽക്കുക നോക്കട്ടെന്ന്. ആര് പരിശ്രമിച്ചിട്ടും ടിക്കറ്റ് കിട്ടുന്നില്ല. അങ്ങനെ പക്ഷേ പുള്ളിക്കാരി മറ്റേ പുള്ളിക്കാരി ഉണ്ടല്ലോ, അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് പൈസ തരാനുണ്ട്, ബാലൻസ്
ഉണ്ട്, പിന്നെ അല്ലാതെ 1 മാസം സാലറി ഉണ്ട്. 2000 രൂപ തന്നിട്ട് ഒന്ന് പൊക്കോളാൻ പറഞ്ഞു. ഒരു കാറ് വിളിച്ചു തന്നിട്ട്. അന്ന് എനിക്ക് വെളുപ്പം കാലമാണ്, ബോംബെ നഗരമാണ്, എനിക്ക് ഹിന്ദി അറിയില്ല, ഇങ്ങോട്ട് പറഞ്ഞ മനസ്സിൽ എനിക്ക് തിരിച്ചു പറയാൻ അറിയില്ല, എൻ്റെ കയ്യിൽ വേറെ ഒരു ഇതുമില്ല. പക്ഷേ ഈ പുള്ളിക്കാരനെ കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഒരു ഇരുട്ട് പോലത്തെ സ്ഥലം ബോംബെ, എവിടെ കൊണ്ട് ഇറക്കും, എനിക്ക് എയർപോർട്ട് അറിയില്ല, എവിടെ കൊണ്ട് ഇറക്കും ഒന്നും എനിക്കറിയില്ല. പക്ഷേ അപ്പം ഞാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ആ പുള്ളി ഹിന്ദിയിൽ പറയാം, എൻ്റെ പൈസ ഇല്ല, ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ എൻ്റെ അന്ന് ഈ മോതിരം കമ്മലും ഉണ്ട്, പുള്ളിയോടൊന്ന് പറയുമോ ഞാൻ ഈ കമ്മലും മോതിരം തരാം ഒന്ന് വിൽക്കാം. പക്ഷേ പുള്ളി പറയുന്നത് അവിടെ തുറക്കില്ല കടയൊന്നും. ഇനി 2-3 ദിവസം പട്ടിണിയാണ്, ഞാൻ ഭയങ്കര ക്ഷീണമാണ് എനിക്കപ്പോൾ. ബിന്ദു ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചോണ്ട്, എങ്ങനെയുണ്ട് ബിജി, എങ്ങനെയുണ്ട്, ആൻറ്റിയും വിളിച്ചോണ്ട്, വേറെ ആർക്കും അറിയില്ല. ആങ്ങളമാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊന്നും വിശ്വാസമില്ല, ഞാനെന്തോ വലിയ എന്തോ ചെയ്തിട്ടാണ് എന്നെ ഇറക്കി വിട്ടുന്നത് അവരുടെ വിചാരം. പക്ഷേ എൻ്റെ ആൻറ്റിയും ബിന്ദുവും തുരുവരെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന പോലെയാണ്, എനിക്ക് തീരെ വയ്യ, എയർപോർട്ടിൽ എത്തിയിട്ട്. നല്ലൊരു മനുഷ്യനാണ് അയാൾ. 600 രൂപയെ പുള്ളി വാങ്ങിച്ചുള്ളൂ. ആദ്യം പറഞ്ഞു വേണ്ടാന്ന് പറയുമ്പോൾ ഇല്ല എടുത്തോളാൻ പറഞ്ഞു, 600 രൂപ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ബിന്ദുവിനുണ്ട്, എനിക്ക് ഇനി ഒട്ടും നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഒരു കാപ്പി, എയർപോർട്ടിലെ കാപ്പിയുടെ വില അറിയാമല്ലോ എത്ര രൂപയാണ്, പിന്നെ എൻ്റെ ബാലൻസ് വലുതായിട്ടില്ല. അപ്പോൾ എന്തായാലും പിന്നെ കാപ്പി കുടിച്ചിട്ട് ബാക്കി കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് ഇതിൻ്റെ ഇത് വന്നു. അപ്പോൾ ഏജൻസി പറഞ്ഞു, അവരെല്ലാവരും നോക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട്, ഒന്നും നടക്കുന്നില്ല. ഏജൻസി തന്നെ ലാസ്റ്റ് പിന്നെ ടിക്കറ്റ് എടുത്തു. അത് ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ നെടുമ്പാശ്ശേരിയായിരുന്നു. അപ്പോൾ എനിക്ക് 2 ഫ്ലൈറ്റ് കയറാൻ എനിക്ക് അറിയത്തില്ല, ആദ്യമല്ലേ, ഇതെങ്ങനെയാണ് സംഭവം എന്നൊന്നും അറിയത്തില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു നമ്മുടെ മലയാളി എയർപോർട്ടിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, എനിക്കൊരു ഉപകാരം ചെയ്യുമോ, എൻ്റെ പൈസ ഇല്ല, ഈ നിങ്ങൾ നെടുമ്പാശ്ശേരി വരുമ്പോഴത്തേന് ഈ സ്വർണം വിറ്റിട്ട് നിങ്ങൾ പൈസ എടുത്തോ, എനിക്ക് ഇത് സ്വർണം എടുത്തോളാൻ പറഞ്ഞു, എന്നിട്ട് എനിക്ക് പൈസ തരാമോ. അയാൾ അനങ്ങിയില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, മാറി നിൽക്കാൻ പറഞ്ഞു. നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്ന അതേ രംഗം ഞാൻ ഓർക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്നു. ടിക്കറ്റ് എന്തായാലും റെഡിയായി. പിന്നെ ഭാഗ്യത്തിന് എനിക്ക് ബോംബെയിൽ നിന്ന് തന്നെ ഒരു കൂട്ട് കിട്ടി, ഒരമ്മേനെയും മോനെ. അവർ ഇതുപോലെ നെടുമ്പാശ്ശേരി, അപ്പോൾ രക്ഷപ്പെട്ടു. ബാംഗ്ലൂർ അവരുണ്ടൊരു കൂട്ട്, പിന്നെ അവരോട് നെടുമ്പാശ്ശേരിക്ക് പോയാൽ മതിയല്ലോ. അങ്ങനെ ഒന്നും. പക്ഷേ അവർ ബാംഗ്ലൂരിൽ ഇപ്പം കാപ്പി മേടിച്ചു. അപ്പോൾ എനിക്കറിയാം വില ഭയങ്കര ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങൾ കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നെടുമ്പാശ്ശേരി എത്തി. പക്ഷേ നെടുമ്പാശ്ശേരി എത്തുമ്പോൾ എനിക്ക് ഒട്ടും വയ്യാതെയായി. പിന്നെ ആങ്ങളെ വിളിച്ചു, പക്ഷേ ആങ്ങളെ വരുമ്പോൾ ക്വാറൻറ്റൈൻ ഇരിക്കേണ്ടി വരും, പിന്നെ അവരുടെ ജീവിതം ഇതാകത്തില്ല. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ ആങ്ങളെ പറഞ്ഞു അവിടുന്ന് വണ്ടി പിടിക്കാൻ പറഞ്ഞു. അവിടെ വന്നപ്പോൾ എനിക്കൊന്ന് 12 മണിയായി, രാത്രിയായി. അപ്പോൾ എങ്ങനെ വണ്ടി വിളിച്ചുകൊണ്ട് പോയി, അങ്ങ് കോട്ടയം ചങ്ങനാശ്ശേരി വരെ ചെല്ലണ്ടേ, എങ്ങനെ പോകും. അപ്പോൾ ഞാൻ പിന്നെ ഓർത്തു, അവിടെ നെടുമ്പാശ്ശേരി ടാക്സി വിളിച്ചിട്ട് ഒരു പോലീസുകാരൻ്റെ നമ്പരും കൂടെ ഞാൻ മേടിച്ചു. പിന്നെ എനിക്ക് ഇച്ചിരി ധൈര്യം കൂടി, കാരണം ഇപ്പം കുറച്ചൊക്കെ ഇതായതിപ്പം പോലീസുകാരൻ നമ്പർ കൂടെ മേടിച്ചു. ഒരു ബാബുച്ചേട്ടനാണ്. അപ്പോൾ ഞാൻ ബാബുച്ചേട്ടൻ നെടുമ്പാശ്ശേരി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ട് അവിടെ കുറച്ച് കഴിയുമ്പോൾ കുറേ തട്ടുകടകളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്ന്, എനിക്ക് ഒട്ടും വയ്യ, കാരണം 2-3 ദിവസം പട്ടിണിയും കൂടെയാണ്, ഇനി ഒരു കാപ്പി കുടിച്ചാൽ മാത്രമേ ഉള്ളൂ, എനിക്കിനി തീരെ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ മോൾ അവിടെ ഇരിക്കുക, നല്ലൊരു ബാബുച്ചേട്ടൻ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു, ആ രാത്രിയല്ലേ എങ്ങനെ ആയിരിക്കും, പക്ഷെ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി ഉടനെ അവിടുന്ന് എനിക്ക് ദോശയും കാപ്പിയും മുട്ടയും, ഞാൻ ഈ മുട്ടയൊന്നും കഴിക്കാതെ അന്ന് മുട്ടയാണോ ദോശയാണോ ചമ്മന്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എല്ലാം കൂടെ വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴേ മുട്ടയുടെ ചുവയെല്ലാം കൂടെ വന്നു. ഇപ്പം പിന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ BP ഒക്കെ കുറയുന്ന പോലെ വന്ന്. പിന്നെ ബാബുച്ചേട്ടൻ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഇടയ്ക്ക് ഉപ്പും ഇഞ്ചിയൊക്കെ വാങ്ങിച്ചു, പിന്നെ സോഡ വാങ്ങിച്ചു തന്നു. അങ്ങനെ വീട്ടിൽ ഞാൻ ഇടയ്ക്ക് ഛർദ്ദിക്കുന്നുമുണ്ട്. പിന്നെ വീട്ടിൽ രണ്ടാമത്തെ ആങ്ങളെ കുവൈറ്റിലാണ്. അപ്പം ആങ്ങളെ വന്നിട്ട് ആ വീട് ആരുമില്ല, അപ്പം പുള്ളിക്കാരുടെ വീട്ടിലോട്ടും പോയി. അപ്പോൾ എനിക്ക് ക്വാറൻറ്റൈനിലായാലും ആ വീട്ടിലിരിക്കാൻ, ഇപ്പോൾ നേരെ അവരുടെ വീട്ടിലോട്ട് വന്നു, ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ഞാൻ ഏജൻസി മുഖേന വേറെ വീടുകളിൽ പോയി, ആമ്പലൂർ അമ്മേനെ നോക്കാൻ പോയി. അതിനുശേഷം ഈ ഷാർജ വന്നു, ഏജൻസി മുഖേന വന്നത്. പ്രസവം എടുക്കാൻ വേണ്ടി എന്നോടൊന്ന് പോകാൻ ചോദിച്ചു. നമുക്ക് ജോലിയല്ലേ വേണ്ട, പ്രസവമൊന്നും ഞാൻ എടുത്തിട്ടില്ല, എങ്കിലും ജോലി വേണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാർജ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ മോട്ടിവേഷൻ ഗ്രൂപ്പ്, യോഗ, അതിലൊക്കെ ഞാനുണ്ട്, അതിലെല്ലാം ഞാൻ ആക്റ്റീവാണ്. അപ്പം ഷാർജ വരുമ്പോൾ നമ്മുടെ ടൈം വ്യത്യാസമല്ലേ, 3 മണിക്ക് എഴുന്നേക്കണം. അന്നേരം തൊട്ട് ഞാൻ 3 മണിക്കാണ് എഴുന്നേറ്റ് യോഗ ചെയ്യും. അപ്പോൾ ആ യോഗ ഈ 3 മാസത്തിനാണ് ഈ ഷാർജ വന്നത്. അപ്പം ആ കൊച്ചിനെ കുളിപ്പിക്കണം, പ്രസവം എടുക്കണം. അപ്പോൾ എനിക്ക് കൊച്ചിനെ കുളിപ്പിക്കാൻ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ പൂക്കൾ കൂടെ എനിക്ക് പേടിയാണ്. അത് നമ്മൾ ചെയ്തിട്ടില്ല, അമ്മമാരല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു യൂട്യൂബിൽ നോക്കി, പിന്നെ മമ്മിയോടൊക്കെ ചോദിച്ചു. എന്നാലും എനിക്ക് പേടിയുണ്ടായിരുന്നു, എന്നാലും ചെയ്ത് ഞാൻ. അത് കഴിഞ്ഞ് 3 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ യോഗയിൽ ഒരു സാറുണ്ടായിരുന്നു, പ്രദീപ് സാറാണ്, ഇപ്പം വന്ന രോഗത്തിൻ്റെ വൈഫിൻ്റെ അച്ഛനാണ്, പ്രദീപ് സാർ എന്നാണ്. അപ്പോൾ സാറ് മുഖേനയാണ് ഇവരുടെ അടുത്തോട്ട് ഞാൻ ഈ ഇപ്പോൾ രോഗത്തിൻ്റെ ഒക്കെ അടുത്ത് വരുന്നത്. അപ്പം പറഞ്ഞു ബിജി പോലെ എൻ്റെ മോളുടെ കൊച്ചിനെ ഒന്ന് നോക്കാവോ അവിടെ
രണ്ടുപേരും ജോലിക്ക് പോകും. എങ്ങനെ ഇപ്പം എനിക്ക് ജോലി മതിയല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പോകാമെന്ന് പറഞ്ഞു. കാരണം 3 മാസത്തെ വീസ കഴിഞ്ഞ പിന്നെ എനിക്ക് ജോലിക്ക് പോകും, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രദീപ് സാറ് മുഖേനയാണ്. ഞാൻ സാറിനെ കണ്ടിട്ടില്ല, ഈ യോഗയിൽ നമ്മൾ സൂമിൽ കണ്ടിട്ടല്ലാതെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ ഇവരുടെ അടുത്തോട്ട് വരുന്നു. ഇവിടെ നിന്നപ്പോൾ എനിക്ക് പിന്നെ പഠിക്കണം, പിന്നെ വലിയ ആളാകണം എന്നല്ല, പിന്നെ എന്നെ തരം താഴ്ത്തവരുടെ മുമ്പിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കാരണം എല്ലാവരും ഉപേക്ഷിച്ചല്ലോ. പിള്ളേർക്ക് എന്നാന്ന് ചോദിച്ചാൽ അറിയാമല്ലോ, പിള്ളേർക്ക് സപ്പോർട്ട് നിൽക്കുന്നവരല്ലേ പിള്ളേർക്ക് താല്പര്യമുള്ളൂ. കുറ്റം പറയാനും വഴക്ക് പറയുന്നതിനും പിള്ളേർക്ക് താല്പര്യമില്ല. അപ്പം എന്തായാലും എല്ലാവരും ഇതായി. ഇപ്പം വീട്ടുകാർക്കും ദേഷ്യമായി ഇങ്ങനെ ജോലിക്ക് പോകണ്ടെന്ന്. പക്ഷേ ഞാൻ എന്തായാലും എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. 6,000 രൂപ പോലും വാങ്ങാതെ എനിക്ക് ജീവിക്കണം. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു ഇനി എനിക്ക് പഠിക്കണം എന്തായാലും. കാരണം PDC തോറ്റായിരുന്നു. PDC തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും പഠിക്കാൻ പറ്റില്ല, PDC എഴുതിയെടുക്കണം. അപ്പം ഞാൻ ഇവിടെ നിന്ന് എല്ലാ പിള്ളേരും ചോദിച്ചു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും പലരോടും അന്വേഷിക്കുന്നത്. അപ്പം പല ഗ്രൂപ്പായി, ഇപ്പോൾ ഒത്തിരി പേരുമായിട്ട് കണക്ഷനായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് എറണാകുളത്ത് ഒരു കൊച്ചിനെ കൂട്ടിയിട്ട് പറഞ്ഞു ഇന്നപോലെ എറണാകുളത്തൊരു കോളേജുണ്ട്, പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇന്നപോലെ ഈ കൃഷ്ണയോടും രോഗത്തോടും ഒക്കെ പറഞ്ഞ് അവരൊത്തിരി സപ്പോർട്ട് ചെയ്ത് പിന്നെ എറണാകുളം കോളേജിൽ, ഓക്സ്ഫോർഡ് കോളേജിൽ ഞാൻ +2 പഠിച്ചു, എഴുതിയെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അപ്പം എനിക്കിങ്ങനെ വേലക്കാരി എന്നുള്ള ജോലി എനിക്ക് വലിയ താല്പര്യം. കാരണം സ്ഥിരം ഒരിടത്ത് വേലക്കാരി, അവിടെ നിന്ന് ഉയരണമല്ലോ, നമ്മൾ ഒരിടത്ത് തന്നെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. തൽക്കാലം നമ്മളൊന്ന് ജോലിക്ക് വേണ്ടി നിന്ന് അവിടെ നിന്ന് ഉയരണം. അപ്പം ഞാൻ ഓൺലൈനിൽ തന്നെ പിന്നെ എന്താ എനിക്ക് പഠിക്കാൻ പറ്റുക. അപ്പോൾ മോണ്ടിസോറി പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്, പിള്ളേരെ പഠിപ്പിക്കുക. അപ്പോൾ അവർ തന്നെ നമുക്ക് പിള്ളേരെ തരും. അപ്പം ഞാൻ മോണ്ടിസോറി ഓൺലൈനിൽ പഠിച്ചു, പരീക്ഷ എഴുതി, അതിനും ജയിച്ചു, പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പോരാ, ഇനിയും പഠിക്കണമല്ലോ എനിക്ക്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് IAS IPS, പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ വാദിക്കണം, പഠിക്കണം, പിന്നെ ഇങ്ങനെ കേസ്, അങ്ങനെ ഇത് എല്ലാവരും സത്യത്തിൻ്റെ വഴിക്ക് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ചിന്തയാണ്. അപ്പോൾ എനിക്ക് IAS IPS അതൊന്നും പറ്റില്ല. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 33 പറ്റത്തില്ല, 50 വയസ്സാകാൻ പോകുന്നില്ല, പറ്റില്ല. അപ്പോൾ നോക്കിയപ്പോൾ LLB പറ്റും. അങ്ങനെ ഞാൻ പ്രിൻസിപ്പാളോട് ചോദിച്ചപ്പോൾ LLBക്ക് ചേരാൻ പറ്റുന്നു. അങ്ങനെ ഞാൻ LLB ചേർന്ന് ഇപ്പം 2nd ഇയറാണ്. ഇനി 3 വർഷം കൂടെ കഴിയുമ്പോൾ ഞാൻ ഒരു അഡ്വക്കേറ്റായിട്ട് വരും. അത് കഴിഞ്ഞ് എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. ഈ LLB തന്നെ നിർത്തുന്നില്ല, ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആഗ്രഹങ്ങൾ വേണം. ഒറ്റയ്ക്ക് സിംഗിളായിട്ട് ചവിട്ടി പോകുന്നൊരു വനിതയാണ്. അപ്പോൾ സമൂഹത്തിൽ തന്നെ എനിക്ക് കഴിയും, ഒരു വനിതയ്ക്ക് കഴിയും. നമുക്ക് നമ്മുടെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി തന്നെ പോവാം. വേറെ ആരുടെയും സപ്പോർട്ടൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ചിലർ എനിക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായി തന്നെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. വേറെ ഒരാശ്രയവും വേണ്ട. നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാണ്, നമുക്ക് നന്നായി ജീവിക്കണം, നമ്മൾ തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും അവിടെ എത്താൻ പറ്റും. കാരണം ജോലി ചെയ്യാനുള്ള സന്നദ്ധ വേണം. കാരണം ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും. കാരണം നമ്മൾ ആദ്യം ഒരു വഴി വെട്ടുക. കാരണം ഒരു വഴി വെട്ടിക്കൊടുത്താൽ ആ വഴി പോകും. അപ്പോൾ ഒരു പുല്ല് പിടിച്ച വഴിയിൽ നമ്മൾ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുക, അവിടെ വഴിപാതയാകില്ല. അതുപോലെയാണ് നമ്മൾക്ക് അതിയായ ആഗ്രഹവും അഭിലാഷവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അതിന് നമുക്ക് വഴിയൊരുക്കി തരും. അത് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഏതായാലും ഇത്രയും സമയം ഇവിടെ വന്ന് നമ്മളോടൊപ്പം ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും ഇതിപ്പം ഒരു പുസ്തകം വന്നു, ഇനി സ്വന്തമായിട്ട് 2, 3, 4 പുസ്തകങ്ങൾ വരട്ടെ. എല്ലാ ആശംസയും. Okay, thanks, sir. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.